ഹലോ. ഹലോ. ആ ഞാനീ നേരത്തെ വന്നു കേട്ടാ. നീ റെഡിയായ? ഞാനിതാ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നീ അല്ലേ പറഞ്ഞ 12 മണിയെന്ന്. 12 മണിയൊന്നും ആക്കണ്ട. എന്താ പിന്നെന്താ? അല്ല, അവിടെ എല്ലാരും ഉറങ്ങാനെല്ലാം കിടന്നു. ഇവിടെ ചുറ്റൊന്നും വിളിച്ചൊന്നുമില്ല. എല്ലാം 9:30 ആയുള്ളൂ. അല്ല, ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല. എല്ലാരും നേരത്തെ കിടക്കുന്ന ടീം ഞാൻ തന്നെയാണ്. അതല്ലേ പറഞ്ഞിട്ട് 10 മണിയാകുമ്പോൾ ഞാൻ വരാമെന്ന്. ഒരു കാര്യം ചെയ്യാം. ഞാനെന്നാ ഇപ്പൊ തന്നെ വിടട്ടെ? നീ വേഗം വിട്. അതെന്താ, നീ ഭക്ഷണം കഴിച്ചാ? ഞാൻ നേരത്തെ ഭക്ഷണമെല്ലാം കഴിച്ചു. നിന്നെ കാത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയം അറിയാം. അത് ശരി, എല്ലാം കൂടി എൻ്റെ അടുത്തായ. ഞാൻ നല്ല പറഞ്ഞ നേരത്തെ വരാം. അല്ല, എന്റെ വർത്താനം കേൾക്കുമ്പോ ഒരു എന്നാ മൂത്ത് നിൽക്കുന്ന. അതെങ്കിലും നിന്നിട്ട് കിടന്നാ പറയണ്ടേ. അവരുടെ അച്ഛനമ്മയെല്ലാം കിടന്നാ? അച്ഛനും അമ്മയെല്ലാം കിടന്നു. അവര് ഞാൻ പറഞ്ഞില്ല ഗുളികയും കുടിച്ച് കിടക്കുന്നതാണ്. എന്നാ നീക്ക് കുറച്ച് നേരത്തെ എന്നെ വിളിച്ചുകൂടിനോ? 10 മണി കറക്റ്റ് ആടി എത്തൂലേനോ? ഇതിപ്പോ ഒരു 1/2 മണിക്കൂർ ഓടണ്ടേ? സാരമില്ല. പിന്നെ ഞാൻ നേരോട്ട് വരണ്ടേ വീടിന്റെ അടുത്ത് വന്നിട്ട്? നീ സാധാരണ നീ ബാക്കിലേക്ക് വന്നു. ഞാൻ കുളിമുറിന്റെ വാതിൽ അടുത്ത് തുറന്നട. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവോ? ലൈറ്റെല്ലാം ഓഫ് ചെയ്യുന്നു. കാണുന്നില്ല. അതെ, ഞാൻ അവിടെ വന്നിട്ട് നീ ഫോണ് സൈലന്റ് ആക്കി റിംഗ് ടോൺ കുറച്ച് വെച്ചോ. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കും. നീ വരുന്ന എത്താനായാലും വിളിച്ചാൽ മതി. ഞാൻ ബൈക്ക് ഓഫ് ചെയ്തിട്ട് ഉരുട്ടിട്ട് നിന്റെ വീടിന്റെ ഇപ്പുറത്തെ സൈഡില് ആ വഴിയെല്ലാടെ ഇല്ലല്ലേ? ഞാൻ കുറെ അങ്ങോട്ട് പോയിട്ട്. അതെല്ലാം അടുത്തുണ്ട്. ഞാൻ സാധാരണ വരുന്ന പോലെ വന്നാൽ മതി. അതെ, ബൈക്ക് അവിടെ സൈഡ് കയറ്റി വെച്ചാലും വേറെ ആരും വരുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ വഴി പോകുമ്പോ? ഇല്ല. കിണറിന്റെ സൈഡിൽ ഞാൻ ബൈക്ക് വെച്ചിട്ട് അവിടെ ഞാൻ നിന്നെ വിളിക്കും. നീ ഡോറ് തുറന്നു വെച്ചേ, എന്നാലും അവിടെ വരണേ. അല്ലെങ്കിൽ എനിക്ക് മേലോട്ട് കയറേണ്ട വലിയ ഐഡിയ ഇല്ല മുമ്പത്തെ. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് എന്താ പറയണ്ടേ, എങ്ങനെയല്ലോ നമുക്ക് നീ എന്റെ മോളെ, എന്നാ ഞാനവിടെ എത്തണ്ടേ? ഇനി എനിക്ക് അതും കാണാൻ പറ്റുന്നില്ല. തന്നെ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ? വരുന്നത് ആലോചിച്ചിട്ട്. പിന്നെ അടിയിലൊന്നും വെക്കണ്ട കേട്ടാ. അതിനൊന്നും സമയമില്ല എനിക്ക്. അതൊന്നുമില്ല. ഫ്രീ ആയിട്ടങ്ങ് നിന്നാ മതി. ഇന്നലെ പറഞ്ഞ സാധനം വാങ്ങിയ? രാവിലെ പറഞ്ഞല്ലേ? ഞാനല്ലേ പറഞ്ഞിന്? അതെല്ലാം റെഡിയാ. അതിനെപ്പറ്റി ഒന്നും പഠിക്കണ്ട. എന്റെ ഓർമ്മയുണ്ടല്ലോ എപ്പോഴെ തന്നെ. പിന്നെ അതെല്ലാം ഓർമ്മിക്കാണ്ട് ഞാൻ വിചാരിച്ച ലെവലിലുള്ള അളവ് കിട്ടിയില്ല. ഒരു ശകലം വണ്ണം കൂടി പോകുന്ന സംശയമുണ്ട്. കുഴപ്പമില്ലല്ലോ? ഇല്ല, ഒരുപാടൊന്നുമില്ല. കുറച്ച് ചെറുതായിട്ടൊന്ന് സഹിച്ചാൽ മതി. ചിലപ്പോ നീ ഉദ്ദേശിക്കുന്നതൊക്കെ അപ്പുറമായിരിക്കും അതിന്റെ ഒരു ടേസ്റ്റ്. ഇല്ല, പേടിക്കണ്ട. അത്ര പാടൊന്നുമില്ല. എന്റെ അളവിനാക്കാണെ ഒരു പോയിന്റ് ഉണ്ടാവുള്ളൂ. ഞാൻ നോക്കിയില്ല. പൊട്ടിപ്പോവൊന്നുമില്ല. അതിനെ പറ്റൊന്നും പേടിക്കണ്ട. നീ ചിലപ്പോ പെട്ടെന്ന് തന്നെ നീ സ്വർഗം കാണും. ഇപ്പോഴും ഞാൻ പറയുന്നത് സൗണ്ട് ആക്കിയിട്ട് ആൾക്കാരെ കൂട്ടരുത്. പിന്നെ വേറെ അവരെണീക്കൊന്നുമില്ലല്ലോ? അല്ല, എനിക്ക് ഉറപ്പായിരിക്കും. പക്ഷെ എനിക്കൊരു ധൈര്യം വരണ്ടേ? അതുകൊണ്ടല്ലേ. ഞാൻ ഉറപ്പുള്ളോണ്ടല്ലേ നിന്നെ വിളിച്ചത്. അപ്പൊ വന്നപാട് ബാക്കിലെ കഥ തുറക്കുക കേട്ടാ. ഞാൻ കുളിമുറിന്റെ വാതിലവിടെ തുറന്നിടും. അതെ, നീ കുളിമുറിന്റെ വാതിൽ തുറന്നിട്ടോ. ഞാനും നിന്റെ അടുത്ത് വന്നിട്ടാകുമ്പോ ആദ്യം ബാക്കിൽ നിന്നാണ് തുറക്കുവാന്നാ പറഞ്ഞ്. അങ്ങനെ എനിക്കതാ ഇഷ്ടം കൂടുതൽ. കുളിമുറിനെ തുറക്കാൻ നിക്കരുത് കേട്ടോ. ഇല്ല,
കുളിമുറിന്ന് തുറക്കൂല, ബാക്കിലോട്ട് കിളിവാതിൽ തുറക്കാനാണ് എനിക്ക് ഇഷ്ടം. എന്നിട്ട് നുഴഞ്ഞങ്ങ് കയറാൻ അതാണ് എനിക്ക് താല്പര്യം. ആ ഡോറ് തുറക്കുന്നേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പിലെ ഡോറ് തുറക്കാം. ഏത് ഡോറ് വന്നാലും വേഗം തുറക്കണമെന്നായിരിക്കും അല്ലേ? അതൊക്കെ ഇന്ന് ഞാൻ തുറന്നിട്ടേ വിടൂ കേട്ടാ. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം നുണയാൻ മറന്നുകൊണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കി എല്ലാം പറഞ്ഞു ഇതാക്കുന്നല്ല. അവിടെ എത്തിയിട്ട് പിന്നെ പറഞ്ഞു തരണ്ടല്ലോ. പറഞ്ഞ് ജോലി ചെയ്യുമ്പോ ഒരു മടുപ്പായിരിക്കും. നമ്മളെല്ലാം അറിഞ്ഞ് ചെയ്യുമ്പോന്ന് അതിനൊരു എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റ് കൂടുക. അല്ല, ഒരാൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ വരുന്നതിനൊക്കെ നല്ലത് അറിഞ്ഞിട്ട് ചെയ്യണം. അവിടെ വന്നിട്ട് ചിലപ്പോ ക്ലാസ് എടുക്കാൻ നേരം കിട്ടൂല. ഇനി ഇവിടുന്നുള്ളവരെ തിരക്കാക്കറേ. ആ സമയമുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ നീ പോന്നില്ലേ എന്ന് ചോദിക്കാറ്. ഉറങ്ങിക്കോ പറഞ്ഞിട്ട് ഒരു 4:30 5 മണിയാകുമ്പോ ചിലപ്പോ ആ സമയത്ത് ഉറങ്ങാനൊന്നുമില്ല. അത്രയും നേരം ചിലപ്പോ വേണ്ടി വരും. 5 മണിയല്ല ആക്കണ, ഫുൾ ടൈം 9:30 മുതലാ തുടങ്ങും. 10 മണി 10 അത്രയൊക്കെ വേണ്ടേ? എപ്പെങ്കിലും കിട്ടുന്നല്ലേ. എപ്പെങ്കിലും കിട്ടുന്ന ഭക്ഷണം വയറ് നിറയെ കഴിക്കാനായിരിക്കും ഇൻട്രസ്റ്റ്. ദിവസം കിട്ടുന്ന കൂട്ടക്കല്ലേ ഇത് കുറേശ്ശം പണ്ടു. എപ്പെങ്കിലും കിട്ടുന്ന ബിരിയാണി അല്ലേ. എല്ലാം റെഡിയാ. അതന്നെ എനിക്കും പറയാനുള്ള കേട്ടോ. അപ്പൊ ഇന്നങ്ങട് കൊറേ കാലത്തെ നല്ല എന്റെ വീട്ടിൽ വന്നിട്ട് എത്രയായി? കുറച്ച് ദിവസമായില്ലേ? അതിനുശേഷം പിന്നെന്താ നടന്നൊന്നുമില്ലല്ലോ. നടന്നു തന്നെ എന്തെല്ലോ ഒരു ശരിയായിട്ടില്ലല്ലോ. ഇല്ല, ഇപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ എത്തലും പോട്ടലെല്ലാം ഒരുമിച്ച് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. അവിടെ അടുത്തൊന്നും പട്ടിയൊന്നുമില്ലല്ലോ. അല്ല, നിന്റെ വീട്ടിന് മുമ്പ് ഒരു പട്ടിയുണ്ട്. കാലം പോയാ? അതെല്ലാം പോയി. ധൈര്യത്തിൽ വിളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിന്റെ ഉള്ളില് കയറി, വീടിനകത്ത് കയറി കൂടുന്നവരെ എന്റെ ജീവൻ ഇങ്ങനെ പേടിക്കും. ജീവനൊന്നും പേടിക്കണ്ട, നീ ഒന്നും വേഗം വന്നാൽ മതി. അതാ എത്തി. ഞാന് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു സാവകാശം നീ നേരത്തെ പറഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങുവാനു. ചെറിയൊരു സാവകാശം എന്ന് വെച്ചാല് ഇവിടുന്ന് ഇറങ്ങാൻ ചെറിയൊരു താമസമുണ്ട്. ഒന്നുമില്ല, ഒരാള് ഒന്ന് ഉറങ്ങണം. ഒരാളൊന്ന് ചെറുങ്ങനെ വഴിന്ന് മാറി നിൽക്കാനുണ്ട്. ഒരു 5 മിനിറ്റ്. അതാരുമില്ല, ഒരാളുണ്ട് ശരിക്ക് നമ്മുടെ കോലായിലിരിക്കുന്നു. കക്ഷി കാണാണ്ട് വേണം മുങ്ങാൻ, രാത്രിയായോണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം പോവും. കുറച്ച് നേരത്തെയാണെങ്കിൽ അതിനാ മുന്നേ വിട്ടേനെ.
കുറച്ച് നേരത്തെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. എല്ലാം നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ പറഞ്ഞു. ഇപ്പാണ് എനിക്ക് ആടെ എത്തിയപ്പോഴേ മനസ്സിലായത്. ചുറ്റുമുള്ളവര് ഇത്ര നേരത്തെ ഉറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ. പിന്നെ പട്ടി കടന്നില്ലല്ലോ നേരത്തെ, എല്ലാം പട്ടി കളഞ്ഞിട്ടുണ്ടാവില്ലേ? അതെല്ലാം ഞാൻ പറിച്ചാഞ്ഞു. കള പറിച്ചേ? പറിച്ച് വൃത്തിയാക്കി. നന്നായി. അല്ലെങ്കില് മലവെള്ളം വരുമ്പോ ഒരുമാതിരി ഇങ്ങനെ ഒലിച്ചു കുത്തിയ പോലെ ചാലുണ്ടാവും പറ്റി പിടിച്ചിട്ട്. അതില്ലാണ്ട് ഈ പുല്ലൊന്നും ഇല്ലാണ്ട് വൃത്തിയാക്കിയത് കാണാനാണ് രസം. കാണാനൊരു സ്റ്റൈല് വേണ്ടേ? സ്റ്റൈലിന് കുറവൊന്നുമില്ല. ഇനി ശരിക്കും നോക്കണം വെളിച്ചത്തില്. വെളിച്ചൊന്നുമില്ല, ടോർച്ചടിച്ച് നോക്കാനായിരിക്കും. നല്ല വെളിച്ചം തന്നെ ഇട്ട് നോക്കാം. അതല്ലേ ഒരു ഭംഗി. ലൈറ്റ് ഇട്ടിട്ട് ഇത് ആ സമയത്ത് ലൈറ്റ് ഇട്ട് നോക്കിയാലോ ആരെങ്കിലും? അത് ചിലപ്പോ നീ എലി വാങ്ങിട്ടാ അല്ലെങ്കിൽ കൊതു വന്നിട്ട് കൊല്ലാൻ വേണ്ടി തിരിച്ചു. ഓക്കെ, ഇത് പറയാണ്ട് അല്ല കട്ട് ചെയ്തോ. ഓക്കെ, ഞാൻ വിടാം. ശരി, ഇപ്പൊ എത്തിയാ.